വാണിംഗ് കൊടുത്താ പിന്നെ അവൻ എന്തോ ആവാലോ. അത് ശരിയാ. ഒരു മിനിറ്റ്, എന്റെ ജീവിതം കണ്ടിട്ട് അളിയന് അസൂയ തോന്നുന്നു പറഞ്ഞില്ലേ? അതെ. ഞാൻ അനുഭവിക്കുന്ന പ്രഷറും ടെൻഷനും നിങ്ങൾ ഒരു ദിവസം പോലും താങ്ങില്ല. അറിയോ അളിയന്? അണ്ണൻ എന്താ പ്രശ്നം? അണ്ണാ അടി ഇവിടെ നിർത്തുകയാണ്. നിർത്തി, പരിപാടി നിർത്തി. ഇനി അണ്ണന്റെ പ്രശ്നം പരിഹരിച്ചിട്ടേ നമ്മൾ ഇനി അടിക്കുന്നുള്ളൂ. അതൊന്നും അങ്ങനെ പരിഹരിക്കാൻ പറ്റുന്നതല്ല അളിയ. ഞാൻ പറഞ്ഞ എന്റെ ബിസിനസ് ടെൻഷനുകളെ കുറിച്ചാ. ബിസിനസ് ടെൻഷനാ? അത് കുഴപ്പം. വൃത്തിയൊന്നല്ലോ. ഇരിക്കടാ, അല്ല ഞാൻ വെറുതെ ഇരിക്കടാ, ഇരിക്കേ. ആളിന് അവിടെ ഇരിക്കളിയാ. ഇരിക്കേ, ഇരിക്കേ. ഇല്ല, ഇവനെല്ലാം അറിയാം. എന്നിട്ടാണ് അവൻ കൊള്ളാൻ. എനിക്ക് വേണ്ടമോ? അതെ, നീ ഇന്ന് ഇവിടെ നിന്ന് അടിച്ചിട്ടേ പോകുന്നുള്ളൂ. അല്ലെങ്കിലേ ഞാനിതെടുത്ത് നിന്റെ തലവഴി ഒഴിക്കും. അല്ല ഇവൻ നമ്മൾ തീരുമാനം എനിക്കറിയത്തില്ലായിരുന്നു. അല്ല എനിക്ക് വേണ്ട. കഴിക്കേ. ടച്ചിങ്സ് പിടിച്ചു. അടി അടിച്ചിട്ട് കുപ്പി വേണ്ട, അല്ല ഗ്ലാസ്. ചെറിയ കൊടന്ന ചിയേഴ്സ്. പെട്ടെന്ന് വാടാ. വാ. അയ്യോ എടാ പോലീസ്. വാ 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 വാ, വേഗം വാടാ. എടോ നിർത്ത് നിർത്ത്. വണ്ടി വേഗം റിവേഴ്സിൽ പോ. നിർത്തിക്കേ. അവിടെ നിർത്തി. നമ്മളെ കണ്ടെന്ന് തോന്നേ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനി ഒന്ന് നോക്കണ്ട, ഓടിക്കോ. എടോ ആരോ അങ്ങോട്ട് പോകുന്നുടോ, പിടിയോടോ അവരെ. ശരി സാർ. എല്ലായിടത്തും പോലീസാണല്ലോ. ഇതുകൊണ്ട് പോണ റിസ്ക് ആട്ടോ. സാധനം എത്തിക്കാതെ വേറെ വഴിയില്ല. മേനോൻ സാറിന്റെ സ്വഭാവം അറിയാലോ. പോലീസ് പിടിച്ചാൽ ജീവനെങ്കിലും ബാക്കിയുണ്ടാവും. എന്നാ നീ സാറിനെ വിളിക്ക്. എന്തിനാണെന്ന് ചോദിക്ക്. ആദ്യം ഇവിടെ നിന്ന് മാറാം, എന്നിട്ട് വിളിക്കാം. നീ വാ. വൃത്തി, മദ്യപാനം ആരോഗ്യത്തിന് നല്ലതല്ല. ലിവർ സിറോസിസ് അടക്കം പല അസുഖങ്ങളും വരും. അത് ശരി. അമ്മാവനല്ലേ ഇത് എനിക്ക് കുടിക്കാനായിട്ട് ഒഴിച്ചു തന്നെ? അണ്ണ ഈ സാധനം എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടാണ് അവൻ്റെ അടുത്ത് കുടിച്ചുകൂടാന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിലേ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് എഴുതി വെച്ചിട്ടേ സർക്കാർ മദ്യം വിൽക്കുന്നതോ? ശരിയാണ്. അതാർക്കും കുഴപ്പമില്ല. അണ്ണാ സർക്കാരിന് എന്ത് വേണേലും ചെയ്യാം. ഇതിനകത്ത് ഒരു സാധനം എഴുതി വെച്ചിട്ടുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ്. സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് എന്ന് എഴുതി സാധനം എഴുതി വെച്ചിട്ടുണ്ട്. കണ്ട അതാണ് അതിന്റെ ഒരു ഇത്. എന്റെ മരുമോൻ എന്നുള്ള നിലയ്ക്ക് ഞാനൊരു വാണിംഗ് കൊടുത്തേ ഉള്ളൂ. അപ്പോഴേ ഇങ്ങോട്ട് നോക്കി, എന്റെ ഒരു ഇതും തീരുമല്ലോ. വാണിംഗ് കൊടുത്താ പിന്നെ അവൻ എന്തോ ആവാലോ. അത് ശരിയാ. ഒരു മിനിറ്റ്. ഹലോ ഹലോ സാർ.
പറഞ്ഞോളൂ. എന്തായി? സാധനം കിട്ടിയില്ലേ? സാധനം കിട്ടി. എന്താ ഇപ്പൊ വിളിച്ചേ? അത് പിന്നെ സാറേ, ഇവിടെ റോഡ് മുഴുവൻ പോലീസ് വണ്ടികളാ. തിരിച്ചു പോകാൻ ഒരു വഴിയില്ല. ഞങ്ങൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടാ നിൽക്കുന്നത്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പാടാണെങ്കിൽ വിഗ്രഹം എക്സിന്റെ വീട്ടിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കണം. എക്സിന്റെ വീട്ടിലേക്കോ? അതെ, ലൊക്കേഷൻ ഞാൻ അയച്ചുതരാം. ശരി സാർ. ഓക്കെ. എടാ, ലൊക്കേഷൻ അയക്കാന്നാ പറഞ്ഞത്. നമുക്കിങ്ങോട്ട് മാറിയിക്കാം. വാ. സാമുവൽ ഇടപെട്ട ഒരു കൺസൈൻമെന്റ് പോലും ഷിപ്പ് ചെയ്യരുതെന്ന് ജോർജ് സാർ കസ്റ്റംസിൽ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ജോർജ് സാറിന് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും നല്ല ബന്ധങ്ങളുണ്ട്. സാറ് കൊടുത്ത ഇൻഫർമേഷൻ വെച്ച് എത്രയും പെട്ടെന്ന് വിഗ്രഹങ്ങൾ അവർക്ക് കണ്ടെത്താൻ പറ്റട്ടെ. എന്റെ പേടി അതല്ല കിരൺ. നമ്മൾ ചിന്തിക്കുന്ന എല്ലാ സാധ്യതകളും മേനോനും കൂട്ടരും ചിന്തിക്കില്ലേ? ഇത്രയും നാള് സാമുവൽ എല്ലാവരുടെയും നോട്ടപ്പുള്ളിയായിട്ടും അയാൾ പിടിക്കപ്പെടാതിരിക്കണമെങ്കിൽ അയാൾക്ക് സാധനങ്ങൾ കടത്താൻ അയാളുടേതായിട്ടുള്ള രീതികളും വഴികളും ഉണ്ടാവും. അതിനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ സാമുവൽ ഇടപെട്ട കൺസൈൻമെന്റ് ചെക്ക് ചെയ്യാനുള്ള ഓർഡർ കൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാവില്ല. പിന്നെന്ത് ചെയ്യും? മറ്റെന്തെങ്കിലും വഴി കണ്ടുപിടിച്ചേ പറ്റൂ. നമ്മുടെ കയ്യിൽ ഇനി സമയം ബാക്കിയില്ല. എന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞു വരും. ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളും എനിക്ക് കാവലായ എന്റെ അമ്മയുടെ ആത്മാവും നമ്മളെ കൈവിടില്ല. പൃഥ്വി എന്താ ഇത്രയും വൈകിയത്? അമ്മ അവനോട് സംസാരിച്ച് നേരം പോയതറിഞ്ഞു. ഇതെന്ത് വൃത്തിയുടെ സ്മെല്ലാ? പൃഥ്വി മദ്യപിച്ചല്ലേ? ഏയ്, അമ്മ നിർബന്ധിച്ചപ്പോ കമ്പനി കൊടുത്ത. അതിനെന്ത് വൃത്തിയുടെ സാധനമാ കുടിച്ചേക്കുന്നേ? അത് മണം വന്നിട്ട് ഛർദ്ദിക്കാൻ വരുന്നു. എടോ, പിണങ്ങാതോ. താൻ പിണങ്ങി എനിക്ക് വിഷമാവെന്നറിയില്ലേ? ഓ പിന്നെ, എന്നോട് അത്രയ്ക്ക് സ്നേഹം ഉണ്ടെങ്കിൽ ഈ അവസ്ഥയിൽ എന്നെ ഇങ്ങനെ ഓർക്കം ഒളിപ്പിച്ചിരുത്തുവോ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ അശി. ആ, ദേ വിളിക്കുന്നു. ഇനി പാതിരാത്രി എങ്ങോട്ടാണാവോ പോകുന്നേ? ഇച്ചിരി എമർജൻസി കോളാ. ഞാനിപ്പോ വരാം. ഇപ്പൊ വരും. ഹലോ.